നമസ്കാരം. ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹീറാമണ്ടി എന്ന പുതിയ ഡ്രാമ സീരീസിലെ സകൽ ബൻ എന്ന സോങ് ഇതെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവും ഇതിനോടകം തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്ലസൻറ്റ് സോങ്ങാണ്, നമുക്ക് വളരെ ഒരു ഹാപ്പിനെസ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ഇവിടെ നമുക്ക് റിയാക്ഷന് വേണ്ടിയിട്ട് എടുത്തത് തന്നെ. ഇതാരെ പാടിയെന്നൊക്കെ നോക്കാം. നോക്കാം. സകൽ ബൻ എന്നാണ് ആ സോങ്ങിന്റെ പേര്. കമ്പോസിഷൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സോങ് ആണ്. ബേസിക്കലി സൂഫി ബേസ്ഡ് ആയിട്ടാണെന്ന് തോന്നുന്നു. ബന്ദിഷ് അതായത് ഇപ്പം നമ്മുടെ കർണാട്ടിക് അറിയാൻ വേണ്ടിയിട്ടുള്ളവർക്ക് വേണ്ടി പറയാണ്. കർണാട്ടിക് മ്യൂസിക്കിൽ നമ്മുടെ കീർത്തനം എന്നൊക്കെ പറയുന്ന പോലെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ രാഗ്, താൻ, ആലപ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സ്ട്രക്ചറോട് കൂടി നമുക്ക് സിംഗറിന് ഇംപ്രവൈസ് ചെയ്യാൻ സ്കോപ്പുള്ള ഒരു കീർത്തനം പോലത്തെ ഇതാണ്. അപ്പോൾ ഇതൊരു പഴയ കാലത്തെ ഒരു പാട്ടാണ്. ഇത് പണ്ടേ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ്. പല സ്റ്റേജുകളിലും പാടിക്കൊണ്ടിരുന്നതാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ബസന്ത് പഞ്ചമി, സ്പ്രിംഗ് സീസണിനെ വെൽക്കം ചെയ്യാനായിട്ട് ഉള്ള ഒരു സെലിബ്രേഷൻ്റെ ഒരു പാട്ടാണ്. സെലിബ്രേഷൻ്റെ ഒരു രാഗമാണ്, രാഗമാണ്. ഇതിന് മുന്നത്തെ റിയാക്ഷൻ ബഹാറാണ്. ഇതിന് മുന്നത്തെ റിയാക്ഷൻ വീഡിയോയിൽ നമ്മൾ മൺസൂൺ രാഗയാണ് എടുത്തത്. ഇത് നമ്മൾ സ്പ്രിംഗ് രാഗയാണ് എടുക്കുന്നത്. ഇത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ ഓരോ രാഗവും ട്രഡീഷണലി ഇന്ന സമയത്ത് പാടണം, ഇന്ന സീസണിന് പാടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അത് കുറച്ചൊക്കെ കറക്റ്റായിട്ട് തോന്നാറുണ്ട് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. മോർണിംഗ് രാഗ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ കുറച്ചുകൂടെ കൂടുതലുണ്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ. അത് ട്രഡീഷണലി അങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം. അതിനു മുന്നേ ഇതൊന്ന് വായിച്ചു. സിംഗർ രാജ ഹസൻ എന്ന് പറയുന്ന സിംഗറാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് സരിഗമപ്പ എന്ന് പറയുന്ന ഇതിൻ്റെ അകത്തൊക്കെ ഫൈനലിസ്റ്റ് ആയിരുന്നു. ബേസിക്കലി സൂഫി ബേസ്ഡ് ആയിട്ടുള്ള സിംഗറാണ്. പിന്നെ ബാക്കിംഗ് വോക്കൽസ് ഉമേഷ് ജോഷി, വിജയ് ധൂരി, ശ്രീപാദ് ലേലെ, അമിത് പാധിയെ, ഷഹസാദ് അലി, സോങ് റെക്കോർഡിസ്റ്റ് രാഹുൽ എം ശർമ്മ, ഇവരൊക്കെയാണ്. ബേസിക്കലി അമീർ ഖുസ്രു എന്നാണ് പറയുന്നത്. ഇത് സഞ്ജയ് ലീല ബൻസാലി ഡയറക്റ്റ് ചെയ്യുന്നതാണ് അല്ലേ? സീനിക് ആയിരിക്കും. സഞ്ജയ് ലീല ബൻസാലിയുടെ എന്ന് വെച്ചാൽ ഗ്രാൻഡ് സെറ്റപ്സ്, ഗ്രാൻഡ് എന്താ പറയുക, സ്റ്റുഡിയോ സെറ്റപ്സ് അതൊക്കെയാണ്. അപ്പോൾ ആർട്ട് വർക്കുകൾ നല്ല. നമുക്ക് മ്യൂസിക്കിലേക്ക് പോകാം. യെല്ലോ
നല്ല നിസാമുദ്ദീൻ ശ്രദ്ധിച്ചായിരുന്നു. നിസാമുദ്ദീൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇതിലെ ലിറിക്സിസ്റ്റ് അതായത് അമീർ ഖുസ്രു ഈ പാട്ട് എഴുതിയത്. അദ്ദേഹം വളരെയധികം സങ്കടത്തിലൂടെ കടന്നുപോയ സമയത്ത് ഈ നിസാമുദ്ദീൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നിസാമുദ്ദീൻ എന്ന് പറയുന്നത് ഡൽഹിക്ക് അടുത്തായിട്ട് ഒരു ദർഗയാണ്, ഹസ്രത് നിസാമുദ്ദീൻ ദർഗ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ഏരിയയിൽ എല്ലാവർക്കും ശരണം പ്രാപിക്കാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അതിനെ ഈവൻ അവരുടെ സിഖ് ഒരു കൾച്ചറിൽ അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വളരെ സങ്കടത്തിലിരിക്കുന്ന ഒരു സമയത്ത് ഈ സ്പ്രിംഗ് സീസണിൻ്റെ വസന്ത പഞ്ചമി അദ്ദേഹം കാണുകയും സ്ത്രീകളൊക്കെ യെല്ലോ ഡ്രസ് ഇട്ട് യെല്ലോ മസ്റ്റേർഡ് ലീവ്സ് ഒക്കെ എടുത്ത് അങ്ങനെ നടക്കുന്ന കണ്ട് അദ്ദേഹത്തിന് അതിലൊരു ക്യൂരിയോസിറ്റി വരികയും അങ്ങനെ അദ്ദേഹത്തിന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിറിസിസ്റ്റ് അമിത് ഖുസ്രു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമിത് ഖുസ്രു എന്ന് പറയുന്ന പുതിയായിട്ടുള്ള ഒരു ലിറിസിസ്റ്റ് അല്ല, അന്നേ എഴുതിയതാണ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എഴുതിയ ഒരു പാട്ടാണ്. എന്താണ് പാട്ടിനെ കുറിച്ച്? നല്ല ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു ഇതാണ്, എന്നാൽ സൂഫി തന്നെയാണ്. അതിനകത്ത് ഏറ്റക്കുറച്ചിലുകളുണ്ട്, ഏറ്റക്കുറച്ചിൽ ഇൻ ദി സെൻസ് ലോ പിച്ചിലും ഹൈ പിച്ചിലും ഒക്കെ ഉള്ള മൂവ്മെന്റ് എല്ലാം ഉണ്ട്, ഹാപ്പിനെസ്സും ഉണ്ട്. അതെ, ഒരു എന്താ പറയാ ഒരു സെലിബ്രേഷൻ. അതെ, ഇതിനകത്ത് പറയുന്നത് എന്താ പറയാ ഫൂൽ ഗേ സർസോ എന്നാ പറയുന്നത്. സർസോ എന്ന് വെച്ചാൽ മസ്റ്റാർഡാണ്, മസ്റ്റാർഡിന്റെ കളറും യെല്ലോയാണ്. അതൊക്കെ ഈ യെല്ലോ പൊതുവെ ഒരു ഹാപ്പിനെസിന്റെ കളറായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നല്ലൊരു മ്യൂസിക്കൽ വീഡിയോ. ഇത് ഹീരാമണ്ടി എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല, അപ്പോൾ അത് കാണാം. നെറ്റ്ഫ്ലിക്സിലുണ്ട്, ഡ്രാമ സീരീസ് എന്നാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പാട്ട് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഈ പാട്ടൊന്ന് കേട്ട് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായോ, എങ്ങനെയാണ് ഈ പാട്ടിൻ്റെ ഇതൊന്ന് നിങ്ങൾ കമൻറ്റ്സ് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ശരി, ഓക്കെ, ബൈ, താങ്ക് യു.